കഴിഞ്ഞ എപ്പിസോഡിൽ ഇങ്ങനെ പറഞ്ഞു വന്നില്ലേ ഭാവിനി വെഡിങ് കോവിഡ് ടൈമില്. അപ്പൊ അതിൻ്റെ അകത്തിൽ ഒന്ന് രണ്ട് വേർഡ്സ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി കേട്ടോ. ഭാവിനി എന്താ പറഞ്ഞെന്നറിയോ? ഉം. രണ്ട് സോൾസ് അതെ അതെ യു മെറ്റ് അറ്റ് ദാറ്റ് ടൈം. അപ്പം നിങ്ങൾ ഡിസൈഡ് ചെയ്തു കല്യാണം കഴിക്കാൻ. ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തു വേണോ വേണ്ടേ പറയുമ്പോൾ എക്സാക്ട്ലി. നിങ്ങൾ തീരുമാനിച്ചു. ആ. അതെ അത് കോവിഡ് ടൈമില് ആക്ച്വലി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു അത് ഡിസിഷൻ എടുക്കണതും ഉം. ആൻഡ് ടു ഗെറ്റ് മാരീഡ്. ഓക്കെ, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറെ പാടുപെട്ടു. ബട്ട് പക്ഷെ ഞാൻ ഒരിക്കൽ എപ്പോഴും ഇരുന്ന് ആലോചിക്കാറുണ്ട് കേട്ടോ, ഈ ആ സമയത്ത്, അതായത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഫീലിങ്സ് എല്ലാവർക്കും ഉള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. അതായത് ഇത് റെഡി ചെയ്യണം, അത് റെഡി ചെയ്യണം. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അവിടെ ഒരു ഫുൾ സ്റ്റക്കായി കിടക്കുന്ന ഒരു ലോകം. അവിടെ കുറേ ക്വസ്റ്റ്യൻ മാർക്സ് ഉണ്ട് കോവിഡ് ആയിട്ട്. ഇതെങ്ങനെ ക്യൂർ ചെയ്യും, അല്ലെങ്കിൽ ഇതെങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ ലൈക്ക് പീപ്പിൾക്ക് സഫറിങ്സ് ഈസ് ഓൾസോ ഹാപ്പനിങ് ഇതിൻ്റെ ഇടയിൽ. പക്ഷെ എൻ്റെ ലൈഫ് വാസ് ഒരു പെട്ടെന്ന് ഒരു ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു അത്. ദറ്റ് ടു എൻ്റെ ബ്രെയിനിൽ ആ സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആലോചിക്കാൻ പറ്റിയിട്ട് വൈ സോ മച്ച് ഓഫ് സഫറിങ്സ് ആൻഡ് നെഗറ്റിവിറ്റി ഈസ് ഹാപ്പനിങ്. ലൈക്ക് മൈ ഷിഫ്റ്റ് വാസ് ലൈക്ക് transformation, totally new things happening. The biggest thing, I find out my soul, with whom I'm going to get married also. I was having a nice time with him, so that shifting of energy was happening. Then ഞാൻ യോഗ പഠിപ്പിക്കുന്നത് കൊണ്ട് അപ്പോഴൊക്കെ നമ്മൾ ക്ലാസ്സിൽ പോയി പഠിപ്പിക്കുകയല്ലേ ചെയ്യുക, ഒരു സെന്ററിൽ പോകുന്നു ക്ലാസ്. പക്ഷെ ആ സമയം വന്നപ്പോൾ എല്ലാവർക്കും ഒരു ഹെൽത്ത് കോൺഷ്യസിന്റെ ഒരു ഒരു ആങ്സൈറ്റി വന്നുപോയി ലോകത്തെ എല്ലാവർക്കും. അപ്പൊ എല്ലാവരും എന്നോട് ചോദിച്ചു ക്ലാസ് എടുക്കണം, എനിക്ക് യോഗ വേണം, യോഗ വേണം. അപ്പോൾ ഐ വാസ് ഹെൽപ്ലെസ് ഹൗ ടു ഹെൽപ്പ് ദം ഔട്ട്. അപ്പോഴാണ് ഞാൻ ഓൺലൈനിൽ എടുക്കാൻ വേണ്ടിയിട്ട് ദേ ഫോഴ്സ്ഡ് മീ ടു ടേക്ക് ഇറ്റ് ഓൺലൈൻ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഐ മെയ്ഡ് ഇറ്റ് ടു ടേക്ക് ദ ക്ലാസ് ഓൺലൈൻ. ഈവൻ ദോ ഐ ഡോണ്ട് നോ ഹൗ ടു ടേക്ക് ഇറ്റ്, ഐ ഫിഗർഡ് ഔട്ട്. ദാറ്റ് വാസ് ലൈക്ക് ഹോൾ ബിഗ് ട്രാൻസ്ഫോർമേഷൻ. അങ്ങനെ പോയി പോയി കുറേ പേർക്ക് ക്ലാസ് എടുത്ത് നൗ ഐ എൻഡഡ് അപ്പ് ലൈക്ക് റണ്ണിങ് എ ഫുൾ ഫ്ലെഡ്ജ് ഓൺലൈൻ സ്റ്റുഡിയോ. വെരി നൈസ്. ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. ആ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി. അപ്പോൾ ഇങ്ങനെ എല്ലാം നമുക്കൊരു സ്റ്റക്ക് തോന്നുന്ന സമയത്തും ഇഫ് ഐ വാസ് ഏബിൾ ടു ലൈക്ക് ഇഫ് യു ക്യാൻ റിലേറ്റ് ടു സം ഗുഡ് തിങ്സ് ഹാപ്പനിങ് ആൻഡ് കം ഔട്ട് ഓഫ് ദാറ്റ് സർക്കിൾ, ദാറ്റ്സ് ഫാന്റാസ്റ്റിക്. ദാറ്റ്സ് ഹൗ യു കണക്ട് ഹൗ ബീങ് സ്പിരിച്വൽ ഓൾസോ. ഒരു കാര്യം പറയട്ടെ, ഞങ്ങളിപ്പം മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ചെറിയ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നു. ഇറ്റ്സ് ലൈക്ക് ഐ വോണ്ട് ബി ഏബിൾ ടു കണ്ടിന്യൂ ഫർദർ. Correct. പക്ഷെ ഈ ഗ്രൂപ്പിൽ എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഞാനും ഉണ്ടാവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്താ അപ്പൊ തോന്നി അറിയോ, ഞാൻ കാരണം എല്ലാവർക്കും ഇപ്പൊ ഒരു ബുദ്ധിമുട്ടായില്ലേ. ദ അതെ. ഈസിയസ്റ്റ് വേ ഇസ് ഞാൻ വിഡ്രോ ചെയ്യുക. സി ഐ എം നോട്ട് കമ്മിങ്, യു പീപ്പിൾ ക്യാരി ഓൺ. ആ പ്രോബ്ലം ആക്ച്വലി എനിക്ക് മാത്രമല്ല അല്ലേ. അപ്പം ഇവരെല്ലാരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡേ ഞാനും ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്തു. സെക്കൻഡ് ഡേ ഓൺവേർഡ്സ് ഞാൻ വിചാരിച്ചു ലെറ്റ് മീ സ്റ്റോപ്പ്, ഞാൻ വിഡ്രോ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഇറ്റ് മേക്സ് ഇറ്റ് ഈസിയർ ഫോർ ദം എന്നായിരുന്നേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഭാവ്നീനെ കണ്ടപ്പോൾ ഷീ ജസ്റ്റ് ടോൾഡ് വൺ സിമ്പിൾ സെന്റൻസ്. എത്ര ചേഞ്ച്, ലൈഫ് ചേഞ്ചിങ്, ഐ മീൻ ഇറ്റ്സ് എ ലെസൺ ഫോർ മീ. അവള് പറഞ്ഞു, യു ഐ എം ദാറ്റ് പേഴ്സൺ, നോ, യു ഡോണ്ട് ക്ലോസ് ദ ഡോർ ഓഫ് ഹോപ്പ്, യു ലീവ് ഇറ്റ് ഓപ്പൺ. നീ അത് ഓപ്പൺ ആക്കി വെച്ചാലേ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫുൾ ആൾക്കാർ, എന്റെ ചുറ്റുള്ള എത്രയോ ആൾക്കാർ, 10-12 ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കണ്ടേ, ഈ 10-12 ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടും കുഴപ്പമില്ല, നീ ക്ലോസ് ചെയ്യരുത്. ബിക്കോസ് ഇഫ് ആ ഡേ ആക്ച്വലി ഐ ഹാഡ് ക്ലോസ്ഡ്. Yes, she was very ആ adamant, almost like she backed out. She ആ was done. I am done. I'm not there. I said, no. ഞാൻ വരണം. It's just a situation in front of us. Give space. Let us figure out. അവള് പറഞ്ഞു. ആ പറഞ്ഞത് എന്റെ മേലെ നന്നായി ഇമ്പാക്ട് ചെയ്തു കേട്ടോ. ബിക്കോസ് ആ ദിവസം തിരിച്ച് ഞാൻ വന്നപ്പോ ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്യാലോ, ഞാനും ഹോപ്പ് വെക്കട്ടെ, എന്തിനു വിഡ്രോ ചെയ്യണം. Correct. എടാ പിറ്റേ ദിവസം Yes. ഒരു 24 hours പോലും ആയിരിക്കുന്നത്, Not even, 18 yes. ഹവേഴ്സിന്റെ ഉള്ളില് ഞങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടി. ഞങ്ങൾ ആ പ്രോഗ്രാം ചെയ്തു. അതും Exactly. കിട്ടിയ It സൊല്യൂഷൻ was like fantastic. ബെറ്റർ ദൻ ദ ബെസ്റ്റ്. Yes. അത് സോ ദ വേർഡ് ഓഫ് ഹോപ്പ്, ആ ഒരു തോട്ട്, അത് ഒരു വൺ സെന്റൻസിൽ അവൾക്ക് പറയാനും ആ യൂണിവേഴ്സ് Yes. യു Because I ബിലീവ് ഇൻ ഇറ്റ്. sensed her energy, because the moment that situation or that, like she was like, I am backing out. I don't want to add trouble. And I was like, no, you are not backing out. Be there. You are not going to decide. Let all of them put effort. We'll decide later. But you please don't block your mind. ശരിക്കും അപ്പൊ are you into spirituality kind of like things? Not deep into, but I do my own way, connecting my own life to just get a stability in myself. That's all.
ഇതിപ്പോ ഒരു വലിയ ലൈഫ് ലെസൺ ആട്ടോ. ഇപ്പൊ ആക്ച്വലി ഗോപു ഇത് നറേറ്റ് ചെയ്യുമ്പം ഞാൻ എന്റെ ലൈഫിലോട്ട് പെട്ടെന്ന് ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് പോലെ ഇങ്ങനെ കുറെ സാധനങ്ങൾ പോവായിരുന്നു. നമ്മൾ എന്തോ നടക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ അതെന്തായാലും നടക്കില്ല, ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബട്ട് Correct. യുനോ ആസ് യുനോ പുള്ളിക്കാരി ഗോപുവിന് പറഞ്ഞു തന്നതുപോലെ, ഭാവനി പറഞ്ഞു തന്നതുപോലെ, യു നീഡ് ടു ലീവ് യുവർ ഡോർസ് ഓപ്പൺ, അതെ അതെ റൈറ്റ്? ആ ഹോപ്പ് ഒരിക്കലും വിടാൻ കാരണം പാടില്ല. ഇപ്പൊ നമ്മൾ ട്രൈ ചെയ്യുന്നു, ഞങ്ങൾ എല്ലാരും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആർക്ക് വേണ്ടിയിട്ടാ നമ്മൾ ട്രൈ ചെയ്യണത്? ആളെന്നെ ഒരു ഡിസിഷൻ ഇങ്ങനെ എടുത്ത് നമ്മൾ സ്റ്റോപ്പ് അടച്ചു വിട്ടാൽ വി കാൻ ഹെൽപ്പ് ഇറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു, യു ആർ ദ ഇമ്പോർട്ടന്റ് പേഴ്സൺ ഹിയർ, യു ഹാവ് ടു ബി ഫ്രീ ടു അക്സെപ്റ്റ് ഇറ്റ്. അപ്പൊ ആള് വിട്ടതും ദ നെക്സ്റ്റ് ഡേ ദ സൊല്യൂഷൻ വാസ് നാച്ചുറലി there. Nobody put effort. It was like on your in front of you. Something is there, it is solved. ആക്ച്വലി the ഗൂസ് solution ബംസ് was വരുന്നു. there. There. And the next day നമ്മൾ we are on. കണ്ടില്ല. അപ്പൊ ഇതുണ്ടല്ലോ, ദിസ് ഹാസ് ചേഞ്ച്ഡ് മൈ എന്താ പറയുക പെർസ്പെക്റ്റീവ് നന്നായിട്ട് കേട്ടോ. ഇനി എനിക്ക് തോന്നുന്നു ടച്ച് വുഡ്, ഇഫ് എവറിത്തിങ് ഗോസ് വെൽ, ഐ വിൽ കീപ് ദാറ്റ് ഹോപ്പ് Yes, അലൈവ്. ഐ that വിൽ should be there. നോട്ട് ക്ലോസ് ദാറ്റ് ഡോർ വാട്ട് സോ എവർ ഇറ്റ് ഇസ്. ഒരു ചെറിയ എക്സാമ്പിളിന്, ഇഫ് ദ യൂണിവേഴ്സ് ഹസ് ഗിവൻ മീ ദാറ്റ് സൈൻ ത്രൂ ഹർ, Yes. അതാണ് You can never get it sometimes. It can be me or it can be anything. Anybody can be there. അത് ശരിയാട്ടോ. ഇപ്പം ഇതുപോലെ തന്നെ ഞാൻ പറയാണ്, ഭാവനി, വെൻ ഐ ഗോട്ട് കോവിഡ്, ഓക്കെ, പെട്ടെന്ന് എനിക്ക് കോവിഡ് വന്നു. ആൻഡ് വി വർ ലൈക്ക് വെരി കെയർഫുൾ അറ്റ് ദാറ്റ് ടൈം. ഐ ഡോണ്ട് നോ ഫ്രം വേർ ഐ ഗോട്ട് ഇറ്റ്. പക്ഷെ പെട്ടെന്ന് നമ്മൾ ലൈക്ക് വി ആർ ലോക്ക്ഡ്. അപ്പം Yes. ഒരു റൂമിന്റെ അകത്ത് ഐ ഹാവ് 2 kids ആൻഡ് ഹസ്ബൻഡ്സ് മോം വാസ് ഓൾസോ വിത്ത് അസ്. അപ്പൊ ഷീ ഈസ് ഓൾസോ ഏജ്. അപ്പൊ നമ്മൾ കുറേ സാധനങ്ങൾ വെക്കണമല്ലോ. ഐ വാസ് റിയലി വറീഡ്, ഓക്കെ, ഭയങ്കര വറിയായിരുന്നു. അപ്പം എനിക്കറിയില്ല എവിടുന്ന് എന്നൊന്നും എനിക്കറിയില്ല. ഷീ വാസ് വൺ ഓഫ് ദ പേഴ്സൺ ഹു നോ റിയലി ഹെൽപ്ഡ് us. അതുപോലെ ഞങ്ങൾക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട്, സിന്ധു. ഒന്നും ചോദിക്കണ്ട, എവറിത്തിങ് Was available. എവറിത്തിങ് യു വോണ്ട് ബിലീവ്. ഈവൻ എന്താ പറയാ, ദാറ്റ് SpO2 ചെക്ക് ചെയ്യാൻ വേണ്ടി എവറിത്തിങ് കെയിം ടു മൈ ഹൗസ്. ബിക്കോസ് നമ്മളൊന്നും ചോദിക്കണ്ട. ഈവൻ പേപ്പർ പ്ലേറ്റ്സ്, പേപ്പർ കപ്സ്, എവറിത്തിങ് വാസ് ലൈക്ക് കെപ്റ്റ്. Alive. എനിക്കറിയില്ല എപ്പോ എങ്ങനെയെന്ന്. ഇറ്റ് റിയലി എന്നെ ടച്ച് ചെയ്ത ഒരു മൊമെന്റ് ആട്ടോ. ആസ് യു സെഡ്, സോ മെനി പോസിറ്റീവ് Yes, തിങ്സ് correct. ഹാപ്പൻ ടു Happens. യു. ഈവൻ എനിക്കും ഒരു നെഗറ്റീവ് തിങ് ഹാപ്പൻഡ്. ആൻഡ് ഹൗ ദാറ്റ് എന്താ പറയാ, ഒരു യൂണിവേഴ്സൽ ഹെൽപ്പ് എന്നൊക്കെ Yes. പറയില്ലേ, ഭയങ്കരമായിട്ട് ഇത് ഭയങ്കര ടച്ചി ഭാവനി മൊമെന്റ് ആയിരുന്നു. എങ്ങനെ ആക്ച്വലി റിയലൈസ് ചെയ്തു വന്നത്? ഇപ്പൊ കോവിഡ് ടൈമിൽ പറഞ്ഞ പോലെ എല്ലാരും അതെ അതെ ഇത്തിരി ടെൻഷനിലല്ലേ, ഡിസിഷൻ എടുക്കണോ വേണ്ടേ? അപ്പോഴൊക്കെ വെൻ ഡിഡ് യു ആക്ച്വലി ഫീൽ? ഇപ്പൊ എനിക്ക് തോന്നിയത് ഇപ്പോഴാണെങ്കിൽ, okay, വെൻ yes, ഡിഡ് യു correct. ഫീൽ? I felt it during that phase only because there was a lot of struggle for my marriage. Definitely, that was there. Everybody has a different situations in life, but before that itself, I started into yoga and everything. So I went into of a meditation where I was being guided by my gurus and everybody that you please do the meditation with your intentions, what you wish to have in your life. അതുപോലെ വന്നിട്ട് അപ്പൊ ഞാൻ എങ്ങനെ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. I used to sit in the midnight and I used to talk with moon. Sounds very crazy, but that's how it is. Yeah, that moon was my best friend and I used to sit and meditate with him. It sounds very crazy, but I had been sitting with the moon for 4 hours and all. I can just go on watching the sky. And even അതിൻ്റെ ഒരു കോമഡി ഞാൻ പറയാതെ തന്നെ ഒരു പ്രാവശ്യം ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ അവിടെ വന്നു. ബിക്കോസ് വി ഹാഡ് ദാറ്റ് ഓപ്പൺ ടെറസ് there. So I had a nice chair. Then it is nice breeze, cool breeze is there. നമ്മൾ ഈ ഫ്ലൈറ്റ് പോണത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാത്രി ഒരു നല്ല ഒരു വൈറ്റ് ആൻഡ് വൺ റെഡ് ഇസ് ലൈക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേഷൻ ഇസ് there for the flight. ഇത് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ രാത്രി കാണുമ്പോൾ യു ക്യാൻ റിയലി ഫിഗർ ഔട്ട് ദ ഫ്ലൈറ്റ് വെരി ഫാസ്റ്റ്. സോ എനിക്ക് ടൈം ടേബിൾ വരെ ലെവൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് 8:30 oh this one is coming, okay, 9:15 the other one will come, like okay this 10:30 this one is going, oh this is going to Coimbatore or this one is going to Calicut. That's how that continuous view in the sky was there. It sounds very funny and crazy, like total nut, but that is how it is. പക്ഷെ Then ഇത് you slowly progress and I was just simply watching with the moon and I just have my conversations go on. And that meditation this is a type of meditation also. You can even meditate watching the sun. I have been doing that also. Like you watch the sun from sunrise. How long you can keep watching that sun? At some time it is very bright to your eyes, definitely, but at least for minimum 15-20 minutes of that rising sun, if you see the process, it's fantastic.
പക്ഷെ എനിക്ക് പറ്റില്ല കേട്ടോ, മൈഗ്രെയിൻ വരും. 3 ഞാനും ഫ്രണ്ട്സാ. സണ്ണ് ഞാനും ഇറ്റ്സ് കൂടെ വെരി ഗുഡ്. ചേരത്തില്ല. ആ സംസാരം ഞാൻ ചെയ്ത മൂണിന്റെ ഒപ്പമുള്ള ലൈക്ക് കോൺവെർസേഷൻസ് ലൈക്ക് ഇറ്റ് വെന്റ് ഓൺ ലൈക്ക് ഐ ക്യാൻ ഡിസ്ക്രൈബ് ഇൻ ദ വേർഡ്സ്. ആ ഫീലിംഗ് ഞാൻ മാറിയിട്ട് then I changed my attitude like you said. The reason why I told you is don't block your exit door. I was supposed to be keep my doors open, that which was not doing because of my clause and conditions to get married. The moment I left it and opened up, everything was like smooth like in heaven. അതെ, നമ്മൾ കുറെ ചിന്തിച്ചല്ലേ കുറെ പ്രശ്നങ്ങൾ കൊണ്ടുവരുത്തുന്നത്. നമ്മൾ അതെ. ശരിക്കും കുറെ ചിന്തിക്കാതെ ജസ്റ്റ് ലൈക്ക് ഭാവനി സൈഡ് നമുക്ക് ആ ഡോർ ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞിട്ട് ഹോപ്പ് വെക്കണം. അതെ, ഓബ്വിയസ്ലി correct. അപ്പം തിങ്സ് വിൽ ഹാപ്പൻ. Yes, it happens. And if you can connect like having a gratitude and thankfulness in the life and you leave it to the universe, it works wonders. നല്ല രസം. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, അയ്യോ ഗോപു നീ ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ താങ്ക്ഫുള്ളി, അപ്പൊ നാളെ ഈ കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്താൽ ഇറ്റ് ഡസൻ വർക്ക്. ഇറ്റ് ഹാസ് ടു കം നാച്ചുറലി. അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അത് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് വഴി ജേർണൽ അല്ലാണ്ട്? അതെ, ജേർണൽ നാച്ചുറലി. അതായത് ഒരു ദിവസം എപ്പോഴെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുന്നു, ബോറടിക്കുമ്പോൾ ജസ്റ്റ് ഫ്ലാഷ് ബാക്ക് ഇൻ യുവർ മൈൻഡ്. 3 കാര്യങ്ങൾ സ്റ്റാർട്ട് സ്ലോലി. ലൈഫിലുള്ള 3 കാര്യങ്ങൾ ഒരു ദിവസം എടുത്തിട്ട് മാത്രം നോക്കിയാൽ മതി. 1 പർട്ടിക്കുലർ ഡേ. ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് ഏറ്റവും താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരു 3 കാര്യങ്ങൾ. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഞാൻ പോയി വെള്ളം കുടിച്ചു എന്റെ സ്വന്തം കാലും കൊണ്ട്, എനിക്ക് നല്ല 2 കാലും ഉണ്ട്. സോ പോയിന്റ്, യു ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ. വാല്യൂ ചെയ്യണ്ടേ? അതെ. അതേപോലെ തന്നെ ഇന്ന് ഞാൻ നന്നായി ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള ഒരു ബ്രീത്ത് എടുത്തു. ഐ ഫീൽ വെരി ഗുഡ്. ഐ പുട്ട് എഫേർട്ട് ടു റിയലൈസ് മൈ ബ്രീത്ത് ഇസ് വെരി ഫ്രഷ്. ദാറ്റ്സ് എ സെക്കൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഐ ഹാവ്. And I was able to watch the sunrise, so classy and beautiful, fantastic. Look at that sun, how it is coming. Does all the people got to know? No, they are running and they are hurrying to their day-to-day life. But I went and spent time with that sun. You can take it that also as a gratitude. You are lucky enough to get connected with that superpower energy. അങ്ങനെ കുറെ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു 3 കാര്യങ്ങൾ വെച്ച് തുടങ്ങാം. Then slowly you can change the situations what you face in your life. അതായത് കുറെ ലൈഫിലെ സിറ്റുവേഷൻ നമുക്ക് കുറെ വരും. ഈ കാൺ ബി ലൈക്ക് കണ്ടിന്യൂസ്ലി നമ്മൾ എല്ലാ പ്രാവശ്യം ഞാൻ പോസിറ്റീവ് ആയിരിക്കും, ഞാൻ ഇങ്ങനെ ആയിരിക്കും, ഞാൻ അങ്ങനെ, അത് നടക്കില്ല. നോർമൽ ഹ്യൂമൻ ബിഹേവിയർ ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് കുറെ ബ്ലോക്സ് വരുമ്പോൾ ആലോചിക്കുക, എന്തായിരുന്നു ഇതിലത്തെ നല്ല കാര്യം ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ച നല്ല കാര്യം എന്തായാലും ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഇവിടുന്ന് താഴെ ഏതെങ്കിലും ലിഫ്റ്റിൽ പോയ കാര്യമായിരിക്കാം. ഇറ്റ് ക്യാൻ ബി ദാറ്റ് സിമ്പിൾ ഓൾസോ. അങ്ങനെ ചോദിച്ച് മൈൻഡിന്റെ പ്രോസസ്സിംഗ് ഓഫ് തോട്ട്സ് മാറ്റിയാൽ യു വിൽ നാച്ചുറലി കം ഇൻ ടു ദാറ്റ് ഫ്ലോ. ഇപ്പൊ ഭാവനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അറിയത്തില്ലാത്തോണ്ട് ചോദിക്കാന്നെ, നമ്മള് ഇപ്പൊ കാർ ഓടിച്ചു പോണു, പെട്ടെന്ന് ഒരാള് കട്ട് ചെയ്തു അതെ, ആൻഡ് നമുക്ക് സഡൻ ബ്രേക്ക് ഇടുന്നു. ഉം. അവിടെ നമ്മൾ ഒരിക്കലും ഹാപ്പി മൂഡ് ആയിരിക്കില്ല. അതെ. നമ്മുടെ ബാക്കില് ചിലപ്പോ കാറിന്റെ ബാക്കിൽ Yes. കുട്ടികൾ ഇരിപ്പുണ്ടാവും, കുട്ടികൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടാവും, ഒരു വലിയ ജോക്ക് വന്നു. അപ്പം നമ്മള് ദ നാച്ചുറൽ റിയാക്ഷൻ ഇസ് നോക്കിട്ട് പോയിക്കൂടെ. എക്സാക്ട്ലി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു, അതെ. പക്ഷെ എന്നാലും നമ്മളുടെ ആ ജേർണി, ഒരു ഹാപ്പിനെസ് ആ ജേർണിയിൽ ഉണ്ടായിരുന്നില്ലേ, അത് അവിടെ കുറെ നേരത്തേക്കിന് അത് ബ്ലോക്കായി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സ്ട്രെസ് ലെവലിൽ കൂടി പിന്നെ അത് കാം ഡൗൺ ആവുന്ന ചിലപ്പോൾ വീട്ടിലെത്തിയിട്ടായിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഹൗ ക്യാൻ വി കം ഔട്ട്? ഈസ് ദർ എനി വേ? ഇപ്പം ഈ ഡോർ ഓപ്പൺ എന്നൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും നമുക്ക് ചെയ്ത് പെട്ടെന്ന് നല്ല മൂഡിൽ തിരിച്ചു വരാൻ പറ്റുമോ? എനിക്ക് ഇപ്പൊ when you narrated the situation, I can say if okay, that spur of reaction is always a fear and fight, definitely. അത് അവിടെ വന്നു, ഒരു 5 മിനിറ്റ് അയാളോട് സംസാരിച്ചു, സംതിങ് തർക്കവാദമൊക്കെ ഉണ്ടാക്കി അവർ മൂപ്പര് പോയി. നമ്മൾ തോട്ട് ചെയ്തത് എന്താ പറഞ്ഞ, ഇന്നത്തെ ദിവസം പോയല്ലോ, ആ ഹാപ്പിനെസ് പോയല്ലോ. നോ, യു സിറ്റ് there, ജസ്റ്റ് ഇമാജിൻ, സപ്പോസ് യു ഹാവ് ഹിറ്റ് ഓൺ ഹിം. ഇടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതെന്തായിട്ടുണ്ടാവാം? അതൊരു പ്രശ്നമായിട്ടുണ്ടാവും. ഇറ്റ് ക്യാൻ ബി കോസ് ദ ലൈഫ് ഓഫ് ദാറ്റ് പേഴ്സൺ, ഓർ മേ ബി യു വിൽ ബി ലാൻഡിങ് ഇൻ ട്രബിൾ, then you will be struggling throughout your life. Lot of things will be happening. There were kids inside your car. അവർക്ക് എന്തെങ്കിലും ഒരു അതായത് ഒരു ലൈഫ് വിത്ത് ഇൻസിഡൻസ്, ഒരു ബ്ലോക്കേജ് വരാം ഫർദർ ലൈഫിലേക്ക്. ഇതൊന്നും നടന്നില്ല, അതെന്നൊക്കെ രക്ഷപ്പെട്ടു. അവർ സേവ് ചെയ്തു നിങ്ങളെ. അത്രയും ഒരു 5 മിനിറ്റിന്റെ ഒരു ഫാഗർ ഉണ്ടായിരുന്നു. ബട്ട് അതൊക്കെ പോയി, അതൊക്കെ ഒന്ന് മാറ്റി തന്നു. അങ്ങനെ എന്നെ ആരോ ഹെൽപ്പ് ചെയ്തു, ഞാൻ പെഡലിൽ ചവിട്ടി, ഞാൻ ബ്രേക്ക് അടിച്ചു.
കുറച്ചു നേരത്തെ ഒരു ഡിസ്കംഫർട്ട് ബട്ട് ഇറ്റ് വെന്റ് ഓൺ എ ഗുഡ് വേ. അങ്ങനെ ആലോചിച്ചാൽ ദാറ്റ് ഇൻസിഡന്റ് വിൽ സെറ്റിൽ ഡൗൺ. യു വിൽ ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ് ഇൻസിഡന്റ്. ദെൻ യു ആർ ട്രെയിനിങ് യുവർ ബ്രെയിൻ. That's how you learn to shift. ഇത്രയും ചിന്തിച്ചാ മതി ആക്ച്വലി നമ്മൾ കാം ഡൗൺ ആവും അല്ലേ? അതെ, ഇപ്പൊ ജസ്റ്റ് ഇമാജിൻ വേർസ്റ്റ് കേസ് സിനാരിയോ, അവര് ഇടിച്ചു പോയവരാരെങ്കിലും, സപ്പോസ് ഹി പാസ്ഡ് അവേ, അവരുടെ ഫാമിലീസ് വന്നു, കേസ് ഇറ്റ് ക്യാൻ ഗോ ടു എനി ഡയമെൻഷൻ. എങ്ങനെ വേണമെങ്കിൽ ആവാം. ദാറ്റ് വിൽ ബി ലൈക്ക് ത്രൂ ഔട്ട് സഫറിങ് യുവർ ലൈഫ്. യു സേവ് ഫ്രം ദാറ്റ്. ഓൺലി 5 minutes ഓഫ് ഡിസ്കംഫർട്ട് വാസ് സേവ് ഫോർ ദ എൻറ്റയർ ലൈഫ്. അങ്ങനെയും ആവാം. നമ്മൾ പണ്ട് പറയുന്ന പോലെ കണ്ണ് കൊള്ളേണ്ടത് പുരുകത്ത് കൊണ്ടുപോയി, അങ്ങനെ അല്ലെങ്കിൽ ആലോചിച്ച് കൊള്ളാണ്ടേ പോയി അങ്ങനെ സമാധാനം. മാറ്റാൻ കഴിവ് പറ്റിയാൽ ടു യുവർ ബ്രെയിൻ, ഓക്കെ, ഐ എം നോട്ട് സെയിങ് എനിബഡി എൽസ്, യു ഷുഡ് ബി ഏബിൾ ടു ചേഞ്ച് യുവർ ബ്രെയിൻ. ദർ ഈസ് നാച്ചുറൽ റിയാക്ഷൻസ് ഉണ്ടാവും, ദാറ്റ് ഈസ് ഫൈൻ, യു ഷുഡ് അക്സെപ്റ്റ് ദാറ്റ് ഓൾസോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കണം. then it will be more easy to forget the things. ഐ നോ അബൌട്ട് റോഡ് റേജ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. റേജ് അല്ല, പക്ഷെ അതെ. എന്നാലും ഇങ്ങനെ വരുമ്പോ പെട്ടെന്ന് നമ്മളുടെ ഒരു ഹ്യൂമൻ ടെൻഡൻസി Yes, ആണല്ലോ natural നമ്മള് reaction ആണ്. റിയാക്ഷൻ ആണ്. അപ്പം അതിന്ന് ഒരു മാറാൻ ഒരു വഴി കിട്ടിയത് വളരെ സന്തോഷം കേട്ടോ. ബിക്കോസ് എനിക്കിങ്ങനെ എന്താ ഇത് അതെ, ആ അതെ. ഒരു Correct. സ്മൂത്ത് ഫ്ലോ പോയി. ചിലപ്പോൾ പിള്ളേരുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു സമയമായിരിക്കും. അതെ. അത് നടുവീന്ന് എങ്ങനെ Block cut ബ്രേക്ക് ചെയ്തു. ആയി പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറില്ല. അപ്പം ദിസ് ഇസ് എ റിയൽ ഗുഡ് പോയിന്റ് ടു റിവൈവ് മൈസെൽഫ്. I do the plenty of times like this. അത് ഇത് പുറത്തുനിന്ന് ഇപ്പം ഭാവനി പറയുമ്പോ ഇപ്പൊ ഞാൻ കേട്ടു, നമുക്ക് സ്വന്തം എക്സ്പീരിയൻസ് ചെയ്യുമ്പോ മാത്രല്ലേ ആക്ച്വലി ഇത് നമുക്ക് അതിന്റെ മേലെ ഒരു ഫുൾ ബിലീഫ് വരുന്നുള്ളൂ. അതെ, കറക്റ്റ്. ലൈക്ക് ഇപ്പൊ ഗോപു പറഞ്ഞില്ലേ, ഉം. ഒരു ഇൻസിഡന്റ് നമ്മളിപ്പോ ഒരു അതെ പ്രോഗ്രാം അതെ ബിലീഫ് വന്നില്ലേ, അതേപോലെ തന്നെ ആയിരിക്കും. സിറ്റുവേഷൻസ് പോകുന്തോറും ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യില്ല, പക്ഷെ ചില സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യും. ആ ചെയ്യുമ്പോൾ കിട്ടണ ബിലീഫ് വെച്ചിട്ട് യു ഷുഡ് ബി ഏബിൾ ടു ബ്രിങ് ദാറ്റ് ചേഞ്ച്. അപ്പം ഈ ആൾക്കാർ പറയുന്നത് ഇപ്പൊ പൊതുവെ പറയുന്നുണ്ട്, സി വാട്ട് എവർ പുറത്തുനിന്ന് നിങ്ങൾ ട്രൈ ചെയ്താലും ദ ചേഞ്ച് ഹാസ് ടു കം ഫ്രം വിത്തിൻ. അതെ, അപ്പൊ ഈ വിത്തിന്ന് ചേഞ്ച് വരണമെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ കോൺസ്റ്റന്റ്ലി പുറത്തുനിന്ന് നമുക്ക് പ്രോംപ്റ്റ് അതെ, ഉണ്ടെങ്കിൽ isn't it good? It has to come from within. അതെ. അപ്പൊ ഇതുപോലെ കുറച്ച് ആൾക്കാരോ ഗുരുസോ ആചാര്യാസോ അല്ലെങ്കിൽ അയ്യോ. പ്രാക്ടീസ് ചെയ്യുന്നവരോ അതെ. കൂടെ നമ്മൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ വൺസ് ഇൻ എ വൈലെങ്കിലും വല്ല വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുകയോ ഒക്കെ അതെ, അതെ. ചെയ്താൽ വോണ്ട് വി റീച്ച് ദെയർ ഫാസ്റ്റർ എന്നാണ്. I think rather than attending the workshops and doing the classes, putting an extra effort, do the course and all, you are what you are surrounded with the people around you and what you do in your life. So if you have some nice people around you, you are naturally in that zone. No need to put extra effort. If you are continuously surrounded with the people who are not in your energy, which you find it difficult to cooperate with, then you are continuously solving the, അതായത് അവരുടെ കൂടെ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ തന്നെ സമയം പോവുകയാണ്. അപ്പൊ യു ആർ ഓൾസോ ഡ്രെയിനിങ്. കറക്റ്റ്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി ടു ഡു റാദർ ദാൻ പുട്ടിങ് എക്സ്ട്രാ എഫേർട്ട്. ഞാൻ പോയി പഠിക്കട്ടെ, ഞാൻ എൻ്റെ മൈൻഡിനെ കുറച്ച് ചേഞ്ച് ചെയ്യാൻ പഠിക്കട്ടെ, ഒരു കോഴ്സ് ചെയ്യട്ടെ. ഓൾ ദീസ് തിങ്സ് ഇറ്റ്സ് എ ടെമ്പററി തിങ്. പഠിക്കണ നേരം കൊണ്ട് നമ്മൾ അത് വേണമെങ്കിൽ അത് ആലോചിക്കായിരിക്കും, പക്ഷെ അത് അപ്ലൈ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് തന്നെ സ്വിച്ച് ബാക്ക് ടു ദ ഓൾഡ് പാറ്റേൺ. അങ്ങനെയാണ് ഞാൻ നോക്കുക. ദാറ്റ്സ് ഹൗ ഐ അപ്ലൈ. അതെ. മേ ബി യു ക്യാൻ ഓൾസോ ട്രൈ. അല്ല അത് ശരിയാണ്. നമ്മള് ഇപ്പൊ ഇടയ്ക്ക് ഞാനും ഗോപുവിന്റെ അടുത്ത് പറയുന്നതാണ്, വെൻ I am with her, I അതെ. don't have to Yes. put a false face at all. കറക്റ്റ്. എന്ത് തോന്നോ അത് പറയാം, എന്ത് തോന്നോ അത് ചെയ്യാം. ആൻഡ് ഇപ്പൊ പെട്ടെന്ന് ഗോപു വീട്ടിലോട്ട് കയറി വന്ന അയ്യോ വീട് ഡേർട്ടിയാ എന്നുള്ള ഒരു ചിന്തയില്ല. അവളല്ലേ, ദാറ്റ്സ് ഓക്കെ, എന്തൊക്കെ തന്നെ ഇനി അപ്പൊ കാണാനുള്ള. നിങ്ങൾ തമ്മിൽ രണ്ടുപേരും ഇരിക്കുമ്പോൾ പഠിച്ചു വരുന്ന എക്സ്പീരിയൻസ് വെച്ച് ചെയ്യണത് വിൽ ബി മോർ ഈസി ഫോർ യു ടു ഇംപ്ലിമെന്റ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ് റാദർ ദാൻ പുട്ടിങ് എ എക്സ്ട്രാ എഫേർട്ട് ഗോയിങ് ആൻഡ് ലേണിംഗ് സംതിങ് ഫ്രം സംബഡി എൽസ്. ശരി. ചിലപ്പോ നമുക്ക് ഇപ്പം ഭാവനി പറയുന്ന പോലെ നമ്മളൊരു ഇൻസ്ട്രക്ടറിന്റെ അടുത്ത് പറഞ്ഞു, പക്ഷെ വി ആർ നോട്ട് ഏബിൾ ടു കണക്ട് വിത്ത് ദാറ്റ് വാട്ട് എവർ ദാറ്റ് പേഴ്സൺ ഇസ് സേയിങ്. നമ്മൾ ഇതൊന്നും എടുക്കില്ല. നമുക്ക് only when we can relate or Relate to them. connect to that person is when we will take things from it. ഇപ്പൊ ഭാവനി പറയുന്നത് നിനക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബിക്കോസ് നിനക്കൊരു എക്സ്പീരിയൻസ് വന്നു ആൻഡ് ഇറ്റ് വർക്ക്. ഓക്കെ, ഇത് എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് ഭാവനി എന്ത് പറഞ്ഞാലും അല്ല, ദ വേ ഷീ ഈസ് നറേറ്റിംഗ് ഇറ്റ് ഓൾസോ, ഹൗ ഷീ ഈസ് റിലേറ്റിംഗ് ഇറ്റ് ടു തിങ്സ് ദാറ്റ്സ് ഹാപ്പനിങ്,
നമുക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. Correct. അങ്ങനെ അപ്പഴ് അങ്ങനെ നാച്ചുറൽ ആയിട്ട് വെക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, കുറെ That makes PPT presentation ഒക്കെ ആ, കാണിച്ചു കഴിഞ്ഞാൽ that's നമുക്ക് അവിടെ തന്നെ അത് നല്ലതാ. ഒരു നോളേജ് ബേസ്ഡ് യു ആർ ലിസ്ണിംഗ് ഫോർ ഉം. 1 hour 2 hour സെഷൻ സംബഡി ഈസ് ടേക്കിംഗ് ആളുടെ എക്സ്പീരിയൻസ് വെച്ച് ആൾക്ക് നല്ല എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും പറയുണ്ടാവുക. ബട്ട് ടു ഗെറ്റ് ഇറ്റ് ഇൻ ഫ്ലോ ഓഫ് കണക്ടിവിറ്റി ഇറ്റ് ടേക്സ് ടൈം. പക്ഷെ നമ്മൾ സെൽഫായിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു സർക്കിളിൽ തന്നെ ഇരിക്കുമ്പോൾ ഉം. ഇതേ കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യു വിൽ ഗോ ഇൻ ദാറ്റ് ഫ്ലോ. അതെ അതെ, കണക്ഷൻ വരുമ്പോ ഓട്ടോമാറ്റിക്. പക്ഷെ ഇതിപ്പോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. സി വേർ ടു സിറ്റ് നമ്മൾ ആക്ച്വലി ചൂസ് ചെയ്യില്ലല്ലോ. അതിങ്ങനെ അതെ ആകുമല്ലേ. അതെ കറക്റ്റ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അത് ദൈവം ത്രൂവോ യൂണിവേഴ്സ് ത്രൂവോ നല്ല ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരില്ലേ? കൊണ്ടുവരുമല്ലോ. ഉം. അതാണ് ഞാൻ പറഞ്ഞത്. ഉം. നമ്മുടെ എനർജി നമ്മൾ എങ്ങനെയാണോ വെക്കണത് ആ. അതുപോലത്തെ എനർജി തന്നെ നമ്മൾ അട്രാക്ട് ചെയ്യുള്ളൂ. വി ഉം. വിൽ ബി വരും. ദർ വിൽ ബി ലോട്ട് ഓഫ് പീപ്പിൾ. ഇപ്പൊ ഞാൻ ചൂസ് ചെയ്തത് ആ. ഗോപുവിനെ അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്തത് രഞ്ജുനെ ബിക്കോസ് എനിക്ക് ആ എനർജി കംഫർട്ടബിൾ തോന്നിയത് കൊണ്ട് ഇറ്റ് വാസ് ലൈക്ക് സ്പോട്ട് റെഡി. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ് നാച്ചുറൽ അവൈലബിലിറ്റി ഫോർ എവറി ഹ്യൂമൻ ബീങ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇതേ സാധനം ഇപ്പൊ വേറെ ആരെങ്കിലും ആയിരിക്കാം. പക്ഷെ ഇത് നമുക്കൊരു ഓക്കെ ആലോചിക്കട്ടെ നോക്കട്ടെ. ആ. അപ്പൊ ഇറ്റ്സ് എ ഡിഫറൻസ്. അപ്പൊ നമ്മളിപ്പോ നമ്മളെ നന്നാക്കി വെച്ചാൽ, നന്നായിട്ടിരുന്നാൽ, മനസ്സൊക്കെ നന്നാക്കി വെച്ചാൽ നമ്മൾ അതേ എനർജി ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് അട്രാക്ട് ചെയ്യുള്ളൂ. നല്ലത് വന്നോണ്ടിരിക്കും അല്ലേ? അല്ല, എന്ന് പറഞ്ഞാൽ ബാഡ് തിങ്സ് വരത്തില്ലെന്നല്ല, പക്ഷെ അതെ. വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു റിയലൈസേഷൻ ആൻഡ് ഹൗ ടു കം ഔട്ട് ഓഫ് ഇറ്റ്, ഹൗ ടു ജസ്റ്റ് എന്താ പറയാ, Yes. നെഗറ്റീവ് എനർജീനെ നമ്മൾ എങ്ങനെ റിലീസ് ചെയ്യണം എന്ന് കൂടി നമ്മൾ അത് മനസ്സിലാക്കും. ഭാവനി മറ്റേ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതിൽ ആ ഒരു പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആ. അതെ ലൈക് നെഗറ്റീവ് എനർജി വന്നാലും ഹൗ മച്ച് ടു ഹാൻഡിൽ അല്ലെ, അതെ വേർ ടു സ്റ്റോപ്പ്, correct. വേർ ടു കട്ട് ഓഫ് ആൻഡ് ദെൻ മൂവ് ഫോർവേഡ് വിത്ത് യുവർ Yes. സൈഡ് എന്നല്ലേ? അത് ആ, കറക്റ്റ്. not harming anybody. It is you are working on yourself, not the other person. വെരി നൈസ്. അതെ. അപ്പൊ ആ ഒരു നമുക്ക് ഇതൊരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്ങും അതെ. വേർ വി ആർ ഗോയിങ് റോങ് എന്തെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ എപ്പിസോഡിൽ ഭാവനി പറഞ്ഞതുപോലെ ഈ കുറെ ഒരാളുടെ പ്രോബ്ലം കേൾക്കുമ്പം അത് എന്റെ പ്രോബ്ലം ആക്കുന്നത് ഞാൻ ശരിക്കും അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ദാറ്റ് വേർ യു നീഡ് ടു ഡ്രോ എ ലൈൻ. എന്താന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എഫക്റ്റിംഗ് മൈ ലൈഫ്. അപ്പം അതെ. അത് എന്റെ എനർജിയും കൂടെ ചീത്തയാക്കുകയാണ്. അതെ, അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു വന്നതില് ഈ നമ്മൾ ഒരാളെ കാണുന്നതും മീറ്റ് ചെയ്യുന്നതും ഓരോ കാര്യം ഹാപ്പൻ ചെയ്യുന്നതും ഇതൊക്കെ ഒരു കർമ്മ റിലേറ്റഡ് ആയിരിക്കോ? അതെ ഡെഫിനറ്റ്ലി ഞാനൊക്കെ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. കർമ്മ നമ്മള് ഇപ്പൊ നമ്മൾ നമ്മുടെ പാട്ടെന്ന് ക്ലിയർ ആക്കി വെച്ചാൽ ഇറ്റ് വിൽ ബി ഫൈൻ. ഇപ്പൊ നമ്മൾ മാൻഡേറ്ററി അല്ല കേട്ടോ. നമ്മൾ ചില പ്രാവശ്യം കുറേ ആലോചിക്കുമല്ലോ, നമ്മൾ കുറേ എപ്പോഴും കണ്ടിന്യൂസ്ലി നല്ല രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ എന്നാലും അതെന്താ നമുക്ക് തിരിച്ചു കിട്ടാത്തത്? അവരെന്താ അങ്ങനെ ചെയ്ത്, എന്താ ഇങ്ങനെ ചെയ്ത്, ഞാൻ ഇത്രയും നല്ലതല്ലേ ആയിട്ടിരിക്കണത്, അത് പക്ഷെ യു അക്സെപ്റ്റ് ഇറ്റ്, ഇറ്റ്സ് ഓക്കെ. അത് എങ്ങനെയെങ്കിലും ഒരു നല്ല രീതിക്ക് കൺവേർട്ട് ആയിട്ട് ഇൻ എ ഡിഫറെന്റ് വേ ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഇഫ് യു ആർ ഡൺ എ ഗുഡ് ഡീഡ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു കം ഇൻ എ ഗുഡ് വേ. ഇഫ് യു ആർ ഡൺ എ ബാഡ് ഇന്റൻഷൻ ആൻഡ് ബാഡ് ഡീഡ്, ബി റെഡി ടു ടേക്ക് ഇറ്റ് ബാക്ക് ഓൾസോ. ഇറ്റ് വിൽ കം ബാക്ക്. പുറത്തുനിന്ന് ഒരാൾക്ക് പക്ഷെ ഇത് അസസ് ചെയ്യാൻ പറ്റില്ല അല്ലെ? ചില ആൾക്കാരെ നമ്മൾ പറയില്ലേ, ഓ എന്തൊരു നല്ല മനുഷ്യനായിരുന്നു, പക്ഷെ അയാൾക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് അങ്ങനെ ചോദിക്കാറുണ്ട്. അതെ, അതെന്തായിരിക്കും? അതും ഇനിയിപ്പോ ഇതിപ്പോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, നമ്മള് ഞാൻ കേട്ടിരിക്കണതിൽ ഞാൻ വെച്ച് പറയാം കേട്ടോ. സേ നമ്മുടെ ലൈഫില് വിൽ ഹാവ് ലൈക്ക് 7 births. സോ ദി 7 births പറയുന്നത് ഈ സൈക്കിൾസ് ഓഫ് യുവർ കർമാസ് ഓൺലി. ലൈക്ക് ദർ വിൽ ബി ഡിഫറെന്റ്. യു കാൺ ഫിഗർ ഔട്ട് ഇത് എങ്ങനെയാന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. ബട്ട് ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ഹേർഡ്. നമ്മൾ ഈ കർമ്മ നമ്മുടെ ഈ എവറി ബർത്ത് ഇസ് just recovering our karmas of past life, present life, then what is going to come, it goes, that cycle continues. ഈ സൈക്കിൾ എങ്ങനെയാ ബ്രേക്ക് ചെയ്യുന്നതാണ് is how we start living in present. അതായത് ഇപ്പൊ നമ്മൾ എങ്ങനെയുള്ള പ്രസന്റ്, നമ്മൾ എങ്ങനെ പ്രസന്റില് നമ്മുടെ കർമ്മ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം. that adds an extra topping on your life from onwards. Some things it is destined, you can't change it. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അറിയില്ല നമ്മുടെ പാസ്റ്റ് ലൈഫിൽ എന്തായിരിക്കാം. മേ ബി സം ഗുഡ് കർമാസ്, അതിന്റെ ബെനിഫിറ്റും കിട്ടാം കേട്ടോ. അങ്ങനെയും ആവാം, നിർബന്ധമില്ല എവറിത്തിങ് ഹാസ് ടു ബി ബാഡ്. അപ്പോൾ ചിലപ്പോൾ ബാഡ് കർമാസ് ഉണ്ടാവും, അതിന്റെ യു ആർ പേയിങ് ഇറ്റ് വേ ബാക്ക്. മേ ബി സം പേഴ്സൺസ്, ചിലപ്പോൾ നമുക്ക് തോന്നാറില്ല, ചില ആൾക്കാർ അയ്യോ ഇതെന്താ പെട്ടെന്ന് ഇയാളുടെ കൂടെ തന്നെ മാത്രം എനിക്ക് എപ്പോഴും, അതായത് കുറെ കൊടുക്കേണ്ടി, യു ആർ എ മോർ ഓഫ് എ ഗിവർ, മോർ ഗിവിങ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് റിസീവിങ് കിട്ടണമെന്നില്ല. മേ ബി ചിലപ്പോൾ പാസ്റ്റ് കർമാസ് ആയിരിക്കാം.
സം അതർ ഫോംസ് അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടാവാം, കഴിഞ്ഞ ജന്മത്തിലോ എന്തെങ്കിലും ആവാം. ഈ ജന്മത്തിൽ ഈ രൂപത്തിൽ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഒരു വാർ അതെ. വരുന്നു, രണ്ട് കൺട്രീസ് തമ്മിൽ ഒരു വാർ. അപ്പം ഇവിടെ ഈ ഒരു കൺട്രി എ, കൺട്രി ബി. കൺട്രി എയിലെ ചില ഇതുപോലെ നല്ല ഇന്റൻഷൻസ് ഉള്ളവരുണ്ടാവാം, കൺട്രി ബിയിലും ഉണ്ടാവാം. അതെ. ബട്ട് ദേ ആർ ഇൻ ടു എ വാർ. അവിടെ കില്ലിംഗ് നടക്കാം, വിച്ച് ഈസ് ലൈക്ക് വി നോ ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. ഉം. ഓക്കെ, സിവിലിയൻസ് മരിച്ചു പോണു, കുട്ടികൾ ഹേർട്ട് ആവുന്നു. Sufferings. അപ്പൊ അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നു. സോ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ വാർ, എന്റെ രാജ്യത്തിന് ഒരു പ്രശ്നം വന്നു, വേറെ ഒരു കൺട്രി എന്റെ കൺട്രിയെ അറ്റാക്ക് ചെയ്യുന്നു, നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ദാറ്റ് ഓക്കെ ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞിട്ട് ഇരിക്കാനും പറ്റില്ല. അതെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പം ഈ കർമ്മ ആൻഡ് നമ്മളതൊരു ഗുഡ് ഡീഡ് അല്ല ചെയ്യുന്നത്, വി നോ. അപ്പം Yes. ഹൗ ഇസ് ഇറ്റ് ലൈക്ക് ഗോയിങ് ടു എഫക്ട് അസ് ഇൻ അവർ ലൈഫ്? എന്റെ ഇത് ജസ്റ്റ് തോട്ടാട്ടോ. അതെ അതെ. നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. ഇതിപ്പോ ലൈക്ക് ഇറ്റ് ഗോസ് ഇൻ എ മോർ വലിയൊരു ബിഗ് സിനാരിയോ ബേസിലാണ് രഞ്ജു ചോദിച്ചത്. അതായത് ഈ കൺട്രീസിൽ വെച്ചിട്ട് തമ്മിൽ വെച്ച് വാർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ, അവിടെ ലോട്ട് ഓഫ് സഫറിങ് ഈസ് ഹാപ്പനിങ്, കുറേ ലൈഫ്സ് ആർ ഓൾസോ ഗെറ്റിംഗ് ലോസ്റ്റ്. ബട്ട് ഇഫ് യു സീ ഇപ്പോൾ ഒരു കൺട്രിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ ആള് പറയുന്ന രീതിക്ക് ആളുടെ ഗുഡ് ടൈംസ് ആയിരിക്കും, ഗുഡ് വേ ആയിരിക്കും പ്രൊജക്ട് ചെയ്യുന്നത്. ഐ എം ട്രൈങ് ടു പ്രൊട്ടക്ട് മൈ കൺട്രി. അതേ സാധനം തന്നെയാണ് അപ്പുറത്തുള്ള കൺട്രിയിലുള്ള ഒരാളും പറയുന്നത്, ഐ എം ട്രൈങ് ടു പ്രൊട്ടക്ട് മൈ കൺട്രി. ഇതിന് വേണ്ടി റെപ്രസെന്റ് ചെയ്യണതാണ് ഈ നമ്മുടെ സോൾജേഴ്സ് ആൻഡ് ഓൾ ദോസ് തിങ്സ് വാട്ട് യു സേ. ബട്ട് ദർ ആർ സിവിലിയൻസ് ഓൾസോ ഗെറ്റിംഗ് സഫേർഡ് ദർ. ഇറ്റ് ഇസ് വെരി കോംപ്ലിക്കേറ്റഡ് ഓൾസോ. ഇത് എങ്ങനെ പറയാന്ന് പറഞ്ഞാൽ, ഞാൻ ആലോചിക്കുന്നത് the phase which we are living in today's time, we are done with our lot of bad deeds. We are moving more and more towards of bad deeds. That's why there is a lot of like we completely feel that global warmings and nature is also like confused. We always feel that climate അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതെല്ലാം കലിയുഗത്തിലാണ് നമ്മൾ അതെ. ജീവിക്കുന്നത്. So that is the phase which is going on. So that's way everybody is fighting around here and there. നമുക്ക് how to game, എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാൻ, നമുക്ക് എന്താ പറഞ്ഞാൽ, we keep ourselves stable, try to do our part being a civilian or citizen, helping them around. We can't go and change the whole bigger scenario. That's how the cycle of the life goes. Maybe as it moves further, we may be able to figure it out in a more historical way, how this Kalyuga is coming. കലിക്ക് അവതാരം വരാൻ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട് പലരും. ഞാൻ അങ്ങനെയൊക്കെ കുറെ വായിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് വരുമ്പോൾ അതായിരിക്കും നമ്മുടെ അവസാന ലോകത്തിന്റെ അവസാനം. Then there is a new thing coming up. All these things I have heard plenty of stories, but when you sit and recollect, you will find അതെ കുറേ ഇപ്പത്തുള്ള നമ്മളെ ചിലപ്പോൾ എല്ലാവരും ആ സോണിലുള്ളവരായിരിക്കാം. വി ഹാവ് ടു സഫർ, വി ഹാവ് ടു ഗോ ത്രൂ ഓൾ ദീസ് വാർ സോൺസ്, അങ്ങനെ പ്രെഡിക്റ്റ് ഉള്ളവരായിരിക്കാം, അങ്ങനത്തെ ആ സോണിലുള്ള ബർത്ത് സോണിലുള്ളവരായിരിക്കാം. അതുകൊണ്ട് we are together at that time. യെസ്, മേ ബി സോ ദാറ്റ് വി ഓൾ ആർ ടുഗദർ ഇൻ ദാറ്റ് ടൈം. വി ഹാവ് ടു ഗോ ത്രൂ ദിസ്. അങ്ങനെ ആയിരിക്കും. That's a good അപ്പൊ ഈ thing. പറഞ്ഞു വരുന്ന വെച്ച് ഭവനി പറഞ്ഞത് തൽക്കാലം ബ്രോഡർ പെർസ്പെക്റ്റീവ് നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റാത്തപ്പം Start with small. നമ്മുടെ കൺട്രോളിലുള്ള Yes, ചെറിയ ചെറിയ കാര്യങ്ങൾ. Yes, you can start small things. Start from yourself. First thing, you should start from yourself. Then only you should move around your surroundings. That too also, you should not be imposing. അതായത് ഇപ്പൊ വീട്ടിൽ തന്നെ ആയിരിക്കാം, നമ്മുടെ കൂടെ താമസിക്കുന്നവരെല്ലാവരും ആയിരിക്കാം, അവരെ മാറ്റാൻ വേണ്ടി നമ്മൾ നടക്കരുത്. You first learn about your awareness, what you are. അതെ. You start realizing about yourself first. Then you go and step out to correct others. അത് നല്ലൊരു കാര്യമല്ലേ, നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എക്സ്പെക്ടേഷൻസ് എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമ്മള് ഇഫ് മാറ്റണതായിരിക്കും. ഇൻ കേസ് Correct. ഐ ഹാവ് കൺട്രോൾ ഓൺ മൈ സെൽഫ്, Yes. എനിക്കൊന്നും എക്സ്പെക്ടേഷൻസ് It's ഒന്നും very peaceful. ഉണ്ടാവില്ല. കറക്റ്റ്. ഹാഫ് ഓഫ് ദ തിങ്സ് വിൽ സോർട്ട് ഔട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് കുറേ സിറ്റുവേഷൻസ്, നമ്മുടെ ക്ലോസ് റിലേഷൻസിൽ തന്നെ നമുക്ക് സിറ്റുവേഷൻസ് വരാം. അത് എന്തുകൊണ്ട് അങ്ങനെ, എനിക്ക് അങ്ങനെ ചെയ്യാലോ, അങ്ങനെ എനിക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാലോ, അല്ലെങ്കിൽ പിന്നെ എന്താപ്പോ ഇതും കൂടി ഇനി ഞാൻ ചെയ്യാൻ പാടില്ലേ. If you go in that way, it goes on. അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. That's how our brain is like. It is so fast to go on the other side. It takes time to bring it on the right side and make it available to work on yourself.
ശരിക്കും അല്ലേ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കും കുറേ ലൈഫിൽ ഇങ്ങനെ എന്താ പറയാ കുറെ ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റും തോന്നുന്നു അതെ അല്ലെ. എക്സ്പെക്ടേഷൻ. കുറെയൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. ഒരു സ്ലോ ഇറ്റ് ടേക്സ് ടൈം. അങ്ങനെ പെട്ടെന്നൊന്നും മാജിക് ഒന്നല്ല. സമയമെടുക്കും. ഇപ്പൊ ജിറിയാട്രിക്സിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു അതെ നമുക്ക് അതെ ഓർമ്മയില്ലേ? yes. ആ ഡോക്ടർ വന്നപ്പം പ്രവീഷ് ഡോക്ടർ പ്രവീഷ് അല്ലെ? ഡോക്ടർ പ്രവീഷ് അതെ. ഡോക്ടർ ഭയങ്കര ഭംഗിയായി പറഞ്ഞു കേട്ടോ. അപ്പൊ സാറ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഒരു ഏജ് എത്തുമ്പം ഒരു ഏജ് എത്തിയിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്നേക്കാളും നമ്മൾ ഇത്രയും കൂടി യങ്ങറായി ഇരിക്കുമ്പോൾ അതെ ഇങ്ങനത്തെ എന്തെങ്കിലും ലൈഫിൽ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവന്നാൽ അത് നമ്മളെ ഓൾഡ് ഏജിനെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യില്ലേ എന്നാ വിചാരിക്കുന്നത്. സ്പിരിച്വലിയും യോഗിക്കായിട്ടും എക്സസൈസ് മെഡിറ്റേഷൻ സിമ്പിൾ തിങ്സ് ആയാലും. സിമ്പിൾ തിങ്സ്. അപ്പം അവര് പറഞ്ഞ ഒരു സെന്റൻസ് ഇതേപോലെ ഓരോരുത്തരോട് സംസാരിച്ച് കഴിയുമ്പോൾ ചില അതെ സെന്റൻസ് അതെ വിൽ സ്റ്റേ വിത്ത് യു. അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് പറഞ്ഞ ഒരു കാര്യമുള്ളൂ, കുട്ടികൾ എന്താണ് ഒരു 360 ഡിഗ്രി ടേൺ ചെയ്യുന്ന ക്യാമറ പോലെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതെ അവരത് വാച്ച് പോലെ ചെയ്തിട്ട് ചെയ്തിട്ടാണ് ചെയ്യും. അവര് ബാക്കി ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ഫോൺ തൊടണ്ട, അതേപോലെ നല്ല കർമ്മ മാത്രം ചെയ്യൂ, പിന്നെ ലുക്ക് ഇൻ ടു യുവർ സെൽഫ്, ഡോണ്ട് ബി സ്ട്രെസ്ഡ്, ഡോണ്ട് പ്രഷറൈസ് യുവർ സെൽഫ്, ഇങ്ങനെ പറഞ്ഞവർക്ക് കൊടുക്കുന്നതിലും നല്ലത് യു സ്റ്റാർട്ട് നമ്മളത് അപ്ലൈ. അല്ലേ? അതെ അതാ നല്ലത്. വെരി നൈസ്. So when they see your actions, they will learn. They are very smart enough, I feel. Even നമ്മളെ human beings learn more about the watching and the actions rather than advising. അത് നല്ലൊരു പോയിന്റ് കേട്ടോ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിയാ, പിള്ളേര് ഒന്ന് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കിനും പറയും ആ ഫോൺ യൂസ് ചെയ്യരുതെന്ന്. പക്ഷെ അടുക്കളയിൽ പോകുമ്പോൾ നമ്മളോ, നമ്മളായിരിക്കും അടുക്കളയിൽ പോകണ്ട, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴോ ഒരു 2 മിനിറ്റ് അതൊന്ന് അടച്ചു വെച്ച് വേവുന്ന സമയത്ത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോ എക്സാക്ട്ലി പിള്ളേരും അത് തന്നെയല്ലേ നോക്കുന്നത്. പഠിക്കുന്നതിന്റെ ഇടയിൽ ഒന്ന് പോയി എനിക്ക് എന്തൊക്കെ മെസ്സേജസ് വന്നു, എന്തൊക്കെ റീൽസ് അതെ അതെ വന്നു എന്നൊക്കെ അല്ലേ അപ്പം നോക്കുക. സിസ്റ്റമാറ്റിക്കലി നമ്മള് ലൈഫിനെ ചെറുതായി ചേഞ്ച് ചെയ്ത് വന്നാൽ ഈ പറഞ്ഞ correct. പോലെ ദോസ് ഹു ആർ ലിവിങ് വിത്ത് അസ്, ഹസ്ബൻഡ് ആയാലോ സ്പൗസ് ആരായാലും സിബ്ലിങ്സ് ആയാലോ കുട്ടികളായാലോ, ഈ വിത്തിൻ ചേഞ്ച് ഭാവനി പറഞ്ഞ ഉള്ളിൽ നിന്ന് നമ്മളെ ചേഞ്ച് വന്ന ഗ്രാജുവലി സംബഡി ഓർ ദി അതർ കാണും. അതെ കണ്ടിട്ട് അവരിലും ചിലപ്പോ അപ്പൊ എന്താ പറയാ നമ്മള് ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ അതിന്റെ റിപ്പിൾസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോണ പോലെ ചിലപ്പം ഒരു ചെറിയൊരു അതെ ഇവിടെ ചേഞ്ച്. ഒരു പോയിന്റ് പറയാനുള്ള, പിള്ളേര് മാത്രമല്ല ഗോപു, ഇപ്പം ഗോപു ആണെങ്കിലും ചില സിറ്റുവേഷനെ അവള് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വഴി കേട്ടോ. ഭാവനയെ ഞാനിപ്പോ പുതിയതായിട്ട് കണ്ടതാണ്, അതുകൊണ്ട് എനിക്ക് ഭാവനയെ പറ്റി അങ്ങനെ അറിയില്ല. പക്ഷെ ഗോപു ചില സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന കാണുമ്പോൾ ഞാനിങ്ങനെ എന്താ പറയാ പെട്ടെന്ന് കേട്ടോ അതെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ. ഞാനും അതേ ക്യാരക്ടർ. പക്ഷെ ചില സമയത്ത് ചില സ്ഥലത്ത് അതെ. എനിക്ക് ശരിക്കും ഗോപുവിന്റെ അപ്രോച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വിചാരിക്കും എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പം ഐ ഷുഡ് ബി ഹാൻഡ്ലിങ് ഇറ്റ് ഇൻ ദിസ് വേ എന്ന് ഞാൻ കുറേ കാര്യങ്ങൾ ഗോകുലിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇറ്റ്സ് നോട്ട് ഓൺലി അവർ കിഡ്സ് who is like seeing us and then taking good things from us. നമ്മള് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇന്നും നമ്മളുടെ അതാണ് ഭാവനി മുമ്പേ പറഞ്ഞത്, സറൗണ്ട് Surroundings യുവർ matters. സെൽഫ് വിത്ത് good people where you tend to learn. അതെ. Learning and unlearning എത്ര age is not a barrier at all. We learn lot of things because no one is perfect. Yes. And ചില സിറ്റുവേഷനിൽ ചിലപ്പോൾ ഞാൻ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്, ചില സിറ്റുവേഷനിൽ ഗോപുവിന്റെ അപ്രോച്ച് ആയിരിക്കും നല്ലത്, വേറെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മുടെ വേറെ ഒരു ഭാവനി അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമ്മൾ അത് കണ്ട് ദി ബെസ്റ്റ് നമ്മൾ പഠിച്ച നമ്മളെ തന്നെ നമുക്ക് Yes. നന്നാക്കാം. അതെ. ഈ പോയിന്റ് ഞാൻ അഗ്രി ചെയ്യാം. ഐ ഓൾസോ ഹാവ് ഒബ്സർവ് ദിസ് തിങ് ഇൻ ഹർ, ദ വേ സം സിറ്റുവേഷൻസ് ലൈക്ക് ഞാൻ ഈ കാറ്റഗറിയിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരാൻ തുടങ്ങി. അപ്പൊ ഞാനത് ശരിയാണല്ലോ. അത് ഭാവനയ്ക്ക് എന്നെ അറിയാത്തത് കൊണ്ടാ. എന്നെ അറിഞ്ഞു വരുമ്പോ ഭാവനി ഓർക്കോ രഞ്ജുവിന്റെ അപ്രോച്ച് നല്ലതാണല്ലോ. അതും ശരിയാട്ടോ. ആക്ച്വലി ഞാനൊക്കെ അങ്ങനെയാണ്. എനിക്ക് ഒരു പരിധിക്ക് മേലെയുള്ള ലൈക്ക് ഗുഡി സ്വിറ്റിനെസ് നോട്ട് ഇൻ ദാറ്റ് പേഴ്സൺ. ഉള്ളത് ഇതാണ് എസ് ഓർ നോ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അത്രേ ഉള്ളൂ. ഞാനും അതാ എനിക്ക് എന്താ പറഞ്ഞേ, നീ ഫണ്ണാണ് എല്ലാം ആണ് അല്ലേ. ഞങ്ങളൊരു പരിപാടിയും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുവരെ നമ്മൾ കുറെ സീരിയസ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ലൈക് യോഗ, ദെൻ കർമ്മ, ദെൻ സ്പിരിച്വാലിറ്റി, മെഡിറ്റേഷൻ. അപ്പം ഇനി നമുക്കൊരു പണി കൊടുക്കാം. ഗോപു റെഡിയാണോ? ഞാൻ റെഡി. ഭാവനി റെഡിയാണോ? ഗോപു അതിന്റെ അകത്തുനിന്ന് ഒരെണ്ണല്ല ഭാവനി എടുത്തിട്ട് ഗോപുന് കൊടുക്കും. ഗോപു അത് വായിക്കും. തുറക്കല്ലേ? ഞാൻ തുറക്കാം. സീക്രറ്റ് അല്ല രഞ്ജു. സീക്രട്ടാ.
അയ്യോ. If yoga mats could talk, what Okay. would yours say about you? What? Your yoga My mat yoga mat would say. say about you if it could talk. Okay, good one. Okay. If my yoga mat would be talking to me, it would say, enough. It's too much of sessions for today. 4-5 session is enough. Please roll me up and put it back into the bag. Let me also rest. ഓക്കെ, ഇനി എടുത്ത് ഇനി എടുത്തോ. നോക്കട്ടെ നീ നോക്കട്ടെ. രഞ്ജുന് കൊടുക്കും. ഇത് മാത്രം ഭാവനയ്ക്ക് എടുക്കാനുള്ള ഇതുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങള് തന്നെത്താൻ എടുക്കാം. ഞങ്ങളുടെ ഭാഗ്യം നോക്കട്ടെ. ഓക്കെ. ഓ, ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്ന, നമ്മൾ സംസാരിച്ച ഒരു സാധന. എവർ ഫോളൻ അസ്ലീപ് ഡ്യൂറിങ് ശവാസന? ബി ഓണസ്റ്റ്. ടീച്ചിങ് ടൈമിലല്ല, ഈവൻ ബിഫോർ ദാറ്റ്. If I am doing the practice, somebody else is taking. Whenever you are practicing shavasana. Yeah, definitely. Of course. Why not? Because when you are tired, definitely you will sleep. I have been sleeping in Shavasana for quite long. Then you get used to it. Then I learned the technique. Then you are, with practice, man becomes or a woman becomes perfect. So that's how you get to know the asana and learn it. Of course. അപ്പൊ it's okay to sleep. Yeah, it's okay to sleep. അത് That is natural tendency. That's how that much tired and that body is drained out. So it will sleep. Okay. I have also been slept. ഗോപു എടുക്കും നോക്കട്ടെ. ഞാൻ എടുക്കണം. ഭാവനയ്ക്ക് വേണ്ടി. ദൈവമേ, ഒരു ഭയങ്കര tricky question. ഓറ എത്ര ഉണ്ടാവും നോക്കട്ടെ. Oof. എന്താന്ന്? If you had to teach yoga to an alien, എന്റെ ദൈവമേ. which pose would you teach them first? ശവാസന എന്ന് പറയല്ലേ. ഇല്ല. ശവാസന എന്തെങ്കിലും പഠിപ്പിക്കാം. ഏലിയൻ ആണല്ലോ. അതെ. Alien ആണ്. Imagination. ഇമാജിനേഷൻ. ഒരു ഏലിയനെ പഠിപ്പിക്കണമെങ്കിൽ യോഗ ഏത് പോസാ പഠിപ്പിക്കുക അല്ലേ? എന്തായാലും വെരി ഡിഫിക്കൾട്ട് വൺ. ഒരു ഇമാജിനേഷൻ. റൺ വൈൽഡ് ഇമാജിനേഷൻ. ഒരു ഏലിയൻ ഭയങ്കര. എങ്ങനെ തലയും കൈയും കാലൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ അതൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ യോഗ ചെയ്യാൻ അതെ, ഞാൻ ശവാസനിലേക്ക് പോകാതിരിക്കും നല്ലത്. അവളോട് കണക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ പറ്റില്ല. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ശവാസന പറയാൻ പാടില്ലാന്ന്. അപ്പോ തലവേദന ഒഴിഞ്ഞ് കിടന്നോളം പറയുവേ. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു ടീച്ച് താടാസന കേട്ടോ. കാരണം ഇവര് നാച്ചുറൽ ആയിട്ട് നടന്നു വരികയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു പാർട്ട് തന്നെയാണ്. ജസ്റ്റ് കാല് സ്ട്രെച്ച് ചെയ്യുന്നു, കൈ വെക്കുന്നു. ദാറ്റ് വിൽ ബി മോർ കൺവീനിയന്റ് ടു കൺവിൻസ് ഓൾസോ. ഓ, എന്താ താടാസന. താടാസന. ഓഫ്, ഇങ്ങനെ അങ്ങനെ. അതെ. ഓ, അങ്ങനെ യോഗ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ എടുത്ത് നോക്കട്ടെ എന്തെങ്കിലും. വാട്ട്സ് യുവർ ഗോ ടു കംഫർട്ട് റിച്വൽ? ഓക്കെ, ചായ്, ചിറ്റ് ചാറ്റിംഗ് ഓർ ഡാൻസിങ് ഇൻ യുവർ റൂം? എനി ഡേ ചായ്. അതെന്താന്നറിയോ, ഗോപു പറഞ്ഞില്ലേ ഭയങ്കര ഇഷ്ടം. Chai, I am there. It's like top priority. Anytime Garam is tea chai. time. Any time is a tea time. Like even if you ask me and my husband has been gone to one of the, I think നമ്മുടെ ഇവിടെ പാലക്കാടിലെ ഒരു ഡ്യൂറിങ് ഓണം ടൈം ആണ് തോന്നുന്നു, നൈറ്റ് ലൈഫ് പറഞ്ഞിട്ട് ഒരു ഗാർഡൻ മിഷൻ സ്കൂൾ അറിയുമല്ലോ അവിടെ. അവിടെ ഞങ്ങൾ പോയിട്ട് രാത്രി 2 മണിക്ക് ചായ കുടിച്ചിട്ടുണ്ട്. ഓ, നമ്മള് പോയിട്ടില്ല. ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് അവിടെ പോയത്. പക്ഷെ നോക്കാം നമുക്ക്. എനി ടൈം ചായ സ്കൂളിന്റെ അങ്ങോട്ട് പോകുന്നു. ചായ. ഓക്കെ, ഇനിയും ഭാവനയ്ക്ക് ഇനിയും വേണോ? ഞങ്ങൾ എടുത്ത് ചോദിക്കണം. ഇനി ഭാവന എടുക്കട്ടെ. ഓക്കെ, റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ യുവർ സെൽഫ്. അതെ. അയ്യോ, അങ്ങനെയാണോ? No. അയ്യോ, what is the boldest thing you have ever done just for yourself? വെരി നൈസ്. Very nice. What is the boldest thing? Sounds അയ്യോ, ആലോചിച്ച് കിട്ടണില്ലല്ലോ. മേ ബി ഞാൻ പറയാം. ഒരു സിറ്റുവേഷൻ ബേസിൽ പറയാം. അതായത് ഇപ്പോ കൊറോണയുടെ സമയത്ത് തന്നെ ഞാൻ പറയാം. ബിക്കോസ് പുറത്ത് നമുക്ക് വണ്ടികളും ഇല്ല. ഇറ്റ് ഇസ് ഫുള്ളി റെസ്ട്രിക്ഷൻസ് ഉള്ള സമയമല്ലേ. ആ സമയത്തും വീട്ടിൽ നിന്ന് നമുക്ക് അറിയില്ലല്ലോ, പുറത്തു പോകാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട്. ബിക്കോസ് ഇഫ് യു ആർ ഇന്ററാക്ടിങ് യു ആർ ബ്രിങ്ങിങ് ദ ജേംസ് ഇൻസൈഡ്. അപ്പോൾ അതൊന്നും അറിയാണ്ടെയും എല്ലാരും അറിയാണ്ട് ഞാന് പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് എനിക്കിഷ്ടമുള്ളവരൊക്കെ കണ്ട് ടൈമൊക്കെ സ്പെൻഡ്, അതൊക്കെ ഇൻട്രസ്റ്റഡ് അല്ലേ. തിരിച്ചു വന്നിട്ടുണ്ട്. ഐ ഫൈൻഡ് ഇറ്റ് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, ബട്ട് ആ സിറ്റുവേഷൻ ഓഫ് ലൈഫ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബോൾഡസ്റ്റ് തിങ്. ദാറ്റ് ടൈം ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എ പ്രോബ്ലം ആൻഡ് യു ക്യാൻ ലാൻഡ് അപ്പ് ഇൻ ട്രബിൾ ഓൾസോ, ബട്ട് ഇറ്റ് വാസ്
luckily got saved. ആവശ്യം ഇഷ്ടായി. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ആ കോവിഡ് ടൈമിലൊക്കെ കണ്ട പോലെ പോലീസ് ജീപ്പ് എങ്ങാനും കണ്ടിരുന്നെങ്കിൽ പിടിച്ച് പിടിച്ച് അതോടെ കൊണ്ടുപോയെന്നെ. so I find it that is one of the boldest thing I had done. Maybe it's plenty of things, but this is what recollect. കറക്റ്റാ. Okay, very നല്ലൊരു nice, ബോൾഡ് very തിങ് ആണ്. nice. ഒരു പർപ്പസ് നല്ലതായതുകൊണ്ട്. അതെ. Luckily nothing went wrong. ചിലവര് ഈ ചുമ്മാ എന്താ പറയാ വെറുതെ ഒരു കാറ്റ് കൊള്ളാനൊക്കെ ഇറങ്ങും. അത് അങ്ങനെയല്ലല്ലോ. അതെ. ഓക്കെ, അപ്പൊ ഇന്ന് ഭയങ്കര രസമായിരുന്നു. നമ്മുടെ ബ്ലെസ്ഡ് ഡേയ്സിൽ ഒന്നായിരുന്നു നമ്മുടെ ഡാർലിംഗ് ഭാവനീന്റെ കൂടെ ഉള്ള Thank ഇന്നത്തെ you. എപ്പിസോഡ്. കുറേ കാര്യങ്ങള് നമ്മള് പറഞ്ഞു, ഡിസ്കസ് ചെയ്തു, പേഴ്സ്പെക്റ്റീവ് പുതിയത് കേട്ടു. ഇതൊക്കെ ശരിക്കും ഒരു ബ്ലെസ്സിങ്സിൽ ഒട്ടും കുറവല്ലാത്തൊരു കാര്യമാണ്. വളരെ വലിയ ബ്ലെസ്സിങ്ങിൽ കൗണ്ട് ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് എങ്ങനെ നമ്മളെ ഉള്ളിൽ തന്നെ നന്നാക്കി വരാം അല്ലേ? ആ. പിന്നെ ആരും ഹാം ചെയ്യാതെ ബ്യൂട്ടിഫുള്ളി ലൈഫ് എങ്ങനെ Yes, ലീഡ് correct. ചെയ്യാം, നേച്ചറായിട്ട് എത്ര ക്ലോസ് ആയിട്ട് നമുക്ക് ജീവിച്ചു correct. പോവാം. കുറെ ഭയങ്കര രസമുള്ള ഒരു എപ്പിസോഡ്. വി കൗണ്ട് ദിസ് ആസ് വൺ ഓഫ് അവർ No, favorite blessing. So all of please please count your blessings and keep watching Watching Ren and go.